എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലിഷ്. നമ്മളിന്ന് ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്താനാണ് നിങ്ങളോട് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ, 4ാം ക്ലാസ് പഠിക്കുന്ന നല്ല അടിപൊളി പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് ഓടി വന്നേ, ഓടി വരണം. നല്ല അടിപൊളി കാര്യമായിട്ട് വന്നിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഒന്നല്ലോ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും LSS കിട്ടുന്ന ആഗ്രഹമുണ്ടോ? അല്ലേ? അതെന്ത് ചോദ്യം ഭാഷ ചോദിക്കുന്നില്ലേ? ഞങ്ങൾക്ക് 4ാം ക്ലാസ് പഠിക്കുന്ന എല്ലാവർക്കും LSS കിട്ടണേ. LSS കിട്ടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചാനൽ കണ്ടോ. ചാനൽ കണ്ടാൽ മാത്രം പോരാ, നമ്മുടെ കൂടെയുള്ള കംപ്ലീറ്റ് കുട്ടികൾക്ക് LSS കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. റെഡിയല്ലേ? ഓക്കെ, അപ്പം LSS പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ നമുക്ക് ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് വരികയാണ്? ക്ലാസ് വരികയാണ്. ചോദിച്ചോട്ടെ മക്കളെ, നമുക്കൊക്കെ എങ്ങനെ പഠിക്കാനാണ് താല്പര്യം? നല്ല ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിക്കണം, അല്ലെങ്കിൽ അടിച്ച് പൊളി എൻജോയ്മെന്റ് ചെയ്ത് പഠിക്കണം? എങ്ങനെ പഠിക്കാനാണ് താല്പര്യം? പറഞ്ഞോ. നമുക്ക് അടിച്ച് പൊളിയായിട്ട് എൻജോയ്മെന്റ് ചെയ്ത് പഠിക്കണം അല്ലേ? ഒക്കെ ചോട്ടെ, ഇതിനകത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും അടിക്കണ്ട. നമുക്കൊരു 3-4 മാസത്തെ നമ്മൾ അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്ത് തന്നിട്ട് ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് വരെ നമുക്ക് എന്ത് നേടാം? LSS നേടാം. റെഡിയല്ലേ? റെഡിയാണെങ്കിലും ഉഷാറായിട്ട് പറ, റെഡിയല്ലേ? ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മുടെ സ്റ്റെപ്സ് എന്നാണ് നമ്മുടെ പേര്. സ്റ്റെപ്സ് എന്ന പുതിയൊരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ LSS ക്ലാസ് തുടങ്ങണം അല്ലേ? പിന്നെ ഒരു ചെറിയൊരു ക്ലാസ് പറഞ്ഞുതരാം മകള്. ഈ ജ്ഞാനപീഠ പുരസ്കാരം കേട്ടിട്ടുണ്ടോ? ഏതാ പുരസ്കാരം? ജ്ഞാനപീഠ പുരസ്കാരം അല്ലേ? അപ്പൊ നമുക്കറിയാം, ഈ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ എത്ര മലയാളികളാണുള്ളത്? 6 മലയാളികൾ. എത്ര പേർക്ക് ലഭിച്ചിരിക്കുന്നത്? 6 പേർക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. റെഡിയല്ലേ? ഈ 6 പേരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ച ആർക്കാണ് അറിയാമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പറഞ്ഞോളൂ, ആർക്കാണ്? ഓക്കെ, ജി ശങ്കർ കുറുപ്പ് അല്ലേ? ജി ശങ്കർ കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഏത് വർഷമാണ്? 1965. ഏത് വർഷമാണ്? 1965. ഇനി ഇത് മറക്കരുത്. അപ്പൊ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആരാണ്? ജി ശങ്കർ കുറുപ്പാണ്. ജി ശങ്കർ കുറുപ്പ് ഏത് വർഷമാണ്? 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. റെഡിയല്ലേ? അപ്പോ എത്ര പേരുണ്ടെന്ന് പറഞ്ഞ്? 6 പേരുണ്ടെന്നല്ല പറഞ്ഞ്. ഇനി എത്ര ആൾ ഇവിടെ ഉണ്ട്? 5 പേർ. അതിൽ രണ്ടാമത്തെ വ്യക്തി SK പൊറ്റക്കാട്. ആരാണ്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1980. അപ്പോ മനസ്സിലിപ്പോ ഒരു സംശയം വന്നില്ലേ? ഇവർക്ക് ഏത് കൃതിക്കാന്ന് പറയണ്ടേ? ജി ശങ്കർ കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1965. ഏത് കൃതിക്കാണ്? ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജി ശങ്കർ കുറുപ്പ് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1965 ജി ശങ്കർ കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. രണ്ടാമത് കിട്ടിയാർക്കാ? രണ്ടാമത് കിട്ടിയത് SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് 1980 ഏത് കൃതിക്കാണ്? 80 ഒരു ദേശത്തിന്റെ കഥ. ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. നല്ല അടിപൊളി സെറ്റായിട്ട് പഠിച്ചോട്ടോ. 80 SK പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥ. മൂന്നാമത്തെ ആളാരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളക്ക് ഏത് വർഷമാണ് ലഭിക്കുന്നത്? 1984. അപ്പൊ 3 നമ്മൾ പഠിച്ചല്ലേ? 1984 തകഴി ശിവശങ്കരപ്പിള്ള. ഏത് കൃതിക്ക്? ആവേശം വേണ്ട. ഏത് കൃതിക്കാണ്? കയർ. ആരാണ്? തകഴിയുടെ ഏത് കൃതിക്കാണ്? കയർ എന്ന കൃതിക്കാണ് 84 എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അല്ലേ? അപ്പൊ 3 നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ആളാരാ? ഭാഷ കൂടി ചേർന്ന് പറ. ഒന്നാമത്തെ ആളാരാ? യെസ്, ആരാണ്? ജി ശങ്കർ കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്ക് 1965. രണ്ടാമത്തെ SK പൊറ്റക്കാട് 1980 ഒരു ദേശത്തിന്റെ കഥ. 3 തകഴി ശിവശങ്കരപ്പിള്ള 84 കയർ അല്ലെ? പിന്നെ വരുന്നു നമ്മുടെ സ്വന്തം MT വാസുദേവൻ നായർ. ആരാണ്? MT വാസുദേവൻ നായർ 1995. ഏതാണ്? 1995 MT വാസുദേവൻ നായർ. ഓക്കെ, പിന്നെ ഇതേ തൊട്ടു പുറകിൽ വരുന്ന ആരാണ്? ONV കുറുപ്പ്. ONV കുറുപ്പിന് 2007. ഓക്കെ, പിന്നെ വരുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. ഇവർക്കൊക്കെ ലഭിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചേട്ടോ. അപ്പം SK പൊറ്റക്കാട് നമ്മൾ പറഞ്ഞതാണ് ഒരു ദേശത്തിന്റെ കഥ. തകഴി ശിവശങ്കരപ്പിള്ള കയറ് നമ്മൾ പറഞ്ഞു. പിന്നെ MT വാസുദേവൻ നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ ആര് പറഞ്ഞു? ONV പറയുന്നു. ദെൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി പറയുന്നു അല്ലേ? ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ജെന്റിൽമാൻ
ആവേശത്തോടു കൂടെ ഒന്നുകൂടെ പറയാം അല്ലേ? അപ്പം നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞത്. എത്ര പേർ? 6 പേർ. സെറ്റായിരിക്കണം, ഗംഭീരമായിട്ട് നമ്മൾ 6 പേർ. ഓക്കെ, ഒന്ന് പറഞ്ഞാട്ടെ. ഒന്നാമത്തെ വ്യക്തി ആരാണ്? ജി ശങ്കർകുറുപ്പ്. ജി ശങ്കർകുറുപ്പ് ഏതാ കൃതി? ഓടൊക്കെ എഴുതുന്ന കൃതി 1965. 2 എസ് കെ പൊറ്റക്കാട് 1980 ഒരു ദേശത്തിന്റെ കഥ. 3 തകഴി ശിവശങ്കരപിള്ള 84 ഏതായിരുന്നു? കയർ. പിന്നെ വരുന്നു MT വാസുദേവൻ നായർ 1995. പിന്നെ വരുന്ന ആരാണ്? ONV കുറുപ്പ്. ONV കുറുപ്പ് ഏത് വർഷമാണ്? 2007. പിന്നെ വരുന്ന ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആളുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? റെഡിയല്ലേ? അപ്പം ഈ 6 പേരെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആരാന്ന് വെച്ചാൽ നമുക്കറിയാം ആരാണ്? നമ്മുടെ ജി ശങ്കർ കുറുപ്പാണ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അല്ലേ? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള കവി ആരാണെന്ന് വെച്ചാൽ എന്താ ഉത്തരം കൊടുക്കുക? ആദ്യത്തെ മലയാള കവി ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ ജി ശങ്കർ കുറുപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാള കവി ആരാണ്? ONV കുറുപ്പ്. ആരാണ്? ONV കുറുപ്പ്. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം സെറ്റല്ലേ? അടിപൊളിയല്ലേ? മറക്കില്ല. അപ്പൊ നമ്മുടെ LSSന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടോപ്പിക് നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 6 പേരെ നമ്മൾ പഠിച്ചു. ഓക്കെ, എന്റെ ചെറിയൊരു വരി പറയാം. ഈ വരി വായിച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, വരി ദയവിടെ കാണും. വരി വായിച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാനുണ്ട്. അപ്പോൾ വരിയിലേക്ക് നമുക്ക് നോക്കാം അല്ലേ? വരുന്ന അടിപൊളി ഒരു വരിയാണ്, ശ്രദ്ധിക്കുക. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നും ഏറെ ഇഷ്ടം. കേട്ടിട്ടുണ്ടോ? ആരുടെ? നമ്മുടെ ONVയുടെ വരിയാണ്. ഇതാ, ശ്രദ്ധിച്ചോളൂ. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നും ഏറെ ഇഷ്ടം, മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി മൂലൊരു കഥ പറയും. ലേ, പരിസ്ഥിതിക്കണേ. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നും ഏറെ ഇഷ്ടം, മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി മൂലൊരു കഥ പറയും. ആരുടെയൊക്കെ കഥ പറയുന്നത്? ആനയുടെ, മയിലിന്റെ, ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും. ആരുടെയൊക്കെയാണ്? ആനയുടെ, മയിലിന്റെ, ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും. ഒരിക്കൽ കൂടെ പറയല്ലേ. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം, മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി മോരൊരു കഥ പറയും. എങ്ങനെയാണ് കഥ പറയാം? ആനയുടെയും മയിലിന്റെയും ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും. ഓക്കെ, വരി ശ്രദ്ധിച്ചല്ലോ. നമ്മുടെ LSSന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: കുഞ്ഞേടത്തി ആരുടെയൊക്കെ കഥകളാണ് ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഈ വരി ഒന്ന് നോക്കിയിട്ടൊന്ന് ഉത്തരം പറഞ്ഞേ. കുഞ്ഞേടത്തി ആരുടെയൊക്കെ കഥയാ പറയുന്നത്? ആനയുടെയും മയിലിന്റെയും ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥയാ പറയുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ഈ വരി തന്നു കഴിഞ്ഞാൽ ആ വരിയിൽ അതുണ്ടാവും, ഉത്തരം അതിൻ്റെ അകത്തുണ്ടാവും. അപ്പൊ വരി ശ്രദ്ധിച്ച് വായിക്കണ്ടോ. കുഞ്ഞേടത്തി ആരുടെയൊക്കെ കഥ പറയുന്നത്? ആനയുടെയും മയിലിന്റെയും ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥയാണ് അവർ പറയുന്നത്, കുഞ്ഞേടത്തി പറയുന്നത്. അപ്പോ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: കുഞ്ഞേടത്തി ആരുടെയൊക്കെ കഥകളാണ് ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നാ ചോദിച്ചല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കൊടുക്കാം. കുഞ്ഞേടത്തി ആരെ മടിയിലിരുത്തിയിട്ടാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്? ആരെയാണ്? ഉണ്ണിയെ മടിയിലിരുത്തിയിട്ടാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ഇപ്പൊ 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, കുഞ്ഞേടത്തി ആരുടെയൊക്കെ കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കുഞ്ഞേടത്തി ആരെ മടിയിലിരുത്തിയിട്ടാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പൊ 2 ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാല് നമുക്ക് എന്ത് ചെയ്യണം? ഈ വരിയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ മക്കൾ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് സ്പീഡിൽ എന്ത് ചെയ്യുക, മക്കളുടെ നോട്ട് എടുത്തിട്ട് ഈ വരിക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും അച്ഛനമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം. അച്ഛനമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് നല്ല അടിപൊളി ആസ്വാദനക്കുറിപ്പ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ഭാഷയ്ക്ക് ബും എന്ന് പറഞ്ഞ് അയച്ചു തന്നോളൂ. ഉടനെ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് കിട്ടാൻ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം? ഇത് സെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് LSS കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കണമേ. അപ്പോൾ സെറ്റ്, അടിപൊളി ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും
കാണാം. അതുവരെ ബൈ.